ഹലോ, ഇന്ന് നമുക്കൊരു എഗ് സേമിയ ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് സേമിയ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു മുട്ട നമുക്കൊന്ന് ചെക്ക് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള, പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ്, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ സവാളയും ക്യാരറ്റും ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് അതൊന്ന് നല്ലോണം ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ആ സേമിയയും ഈ മസാലയും കൂടെ ഒന്ന് മിക്സായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒരു ടേസ്റ്റിന് അല്ലെങ്കിൽ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം.